നമസ്കാരം കൂട്ടുകാരെ. നമ്മൾ 9ാം ക്ലാസ്സിലെ ഗണിതത്തിന്റെ 1ാം അധ്യായമായ സമവാക്യ ജോഡികളുടെ ക്വസ്റ്റ്യൻ ബാങ്കാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒരു 3-4 വീഡിയോസ് ഉള്ള ക്വസ്റ്റ്യൻ ബാങ്കാണ്. ഏകദേശം 40 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വളരെയധികം ഉപയോഗപ്രദമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ക്വസ്റ്റ്യൻ ബാങ്കിന്റെ 1ാമത്തെ പാർട്ടിലേക്ക് പോകാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം. ഇതാണ് 1ാമത്തെ ചോദ്യം. ചോദ്യം നോക്കൂ. 3 പേനയ്ക്കും 2 പെൻസിലിനും കൂടി 40 രൂപ. 3 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 45 രൂപ. ഒരു പെൻസിലിന്റെ വില എത്ര? ഒരു സ്കോറിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ 3 പേന പ്ലസ് 2 പെൻസിൽ 40 രൂപ. ഇനി 3 പേന പ്ലസ് 3 പെൻസിൽ 45 രൂപ. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യം 3 പെൻസിൽ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. അതായത് നേരത്തേനേക്കാൾ ഒരു പെൻസിലാണ് അധികം വാങ്ങിച്ചത്. അപ്പോൾ ഒരു പെൻസിൽ അധികം വാങ്ങിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? 45 മൈനസ് 40, അതായത് 5 രൂപ കൂടി. അപ്പോൾ ഒരു പെൻസിലിന്റെ വില എത്രയായിരിക്കും? ഒരു പെൻസിലിന്റെ വില 5 രൂപയായിരിക്കും. ഓക്കെ, അപ്പോ ഉത്തരം 5 രൂപ. ഓക്കെ, ഇത് നമ്മൾ സാധാ രീതിയിൽ ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. 3 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 45 രൂപ. 5 പേനയ്ക്കും 5 പെൻസിലിനും കൂടി വില എത്ര? അപ്പോൾ 3 പേന പ്ലസ് 3 പെൻസിൽ, അതിന് 45 രൂപ. അപ്പൊ നമുക്ക് ഇതിനെ 3 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? ഒരു പേനയ്ക്കും ഒരു പെൻസിലിനും എത്ര രൂപയാവും? 3 കൊണ്ട് ഹരിക്കുമ്പോൾ 45/3, അതായത് 15 രൂപ. ഈ നമുക്ക് വേണ്ടത് എന്താണ്? 5 പേന പ്ലസ് 5 പെൻസിൽ. അപ്പോൾ അത് എന്തായിരിക്കും? ഇവിടെ കിട്ടിയതിന്റെ 5 ഇരട്ടിയായിരിക്കും അല്ലേ? കാരണം 5 എണ്ണല്ലേ കൂടിയത്. അപ്പോൾ 15 × 5, അതെത്രയാണ്? 75 രൂപ. ഓക്കെ, അപ്പോൾ 5 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 75 രൂപയായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. 5 കിലോ ഓറഞ്ചിനും 3 കിലോ മുന്തിരിക്കും കൂടി വില 500 രൂപ. 5 കിലോഗ്രാം ഓറഞ്ചിനും 2 കിലോഗ്രാം മുന്തിരിക്കും കൂടി വില 450 രൂപ. 1 കിലോഗ്രാം ഓറഞ്ചിന്റെ വില എത്ര? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 5 കിലോഗ്രാം 5 കിലോ ഓറഞ്ച് പ്ലസ് 3 കിലോ മുന്തിരി
ഇതിന്റെ വില എത്രയാണ്? 500 രൂപ. ഇനി നമുക്ക് അടുത്തത് എന്താണ്? 5 കിലോ ഓറഞ്ച് പിന്നെ 2 കിലോ മുന്തിരി. ഇതിന്റെ രണ്ടിന്റെയും കൂടിയുള്ള വില എത്രയാണ്? 450 രൂപ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടും? രണ്ടാമത്തെ പ്രാവശ്യം 1 കിലോ മുന്തിരി കുറഞ്ഞു. ആദ്യത്തെ പ്രാവശ്യം 1 കിലോ മുന്തിരി കൂടുതലാണ്. അപ്പോൾ നമുക്ക് 1 കിലോ മുന്തിരി എത്ര രൂപയ്ക്ക് കിട്ടും? 500 മൈനസ് 450. അപ്പോൾ എന്ത് കിട്ടും? 50 രൂപ. അപ്പോൾ നമുക്ക് മുന്തിരിയുടെ വിലയാണ് 50 രൂപ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓറഞ്ചിന്റെ വിലയാണ്. അപ്പോൾ നമുക്ക് എന്താണ്? നമുക്ക് ഇവിടെ 5 കിലോ ഓറഞ്ച് പ്ലസ് 3 ഇൻറ്റു 1 കിലോ മുന്തിരിയുടെ വില 50 രൂപ. അപ്പോൾ നമുക്ക് 500 എന്ന് കിട്ടും. ഇതിൽ നിന്നും 5 കിലോ ഓറഞ്ചിന്റെ വില എന്തായിരിക്കും? 5 കിലോ ഓറഞ്ചിന്റെ വില എന്ന് പറയുന്നത് 500 മൈനസ് ഇത് 150. അപ്പോൾ എത്രയാ? 350. അപ്പോൾ നമുക്ക് 1 കിലോ ഓറഞ്ചിന്റെ വില എന്ത് കിട്ടും? ഇതിൽ നിന്നും 1 കിലോ ഓറഞ്ച് എത്രയാ? 350/5. അപ്പോൾ എന്താണ്? 70 രൂപ. ഓക്കെ. അപ്പോൾ 1 കിലോ ഓറഞ്ചിന്റെ വില 70 രൂപയായിരിക്കും. ശരിയല്ലേ? അപ്പോൾ 70 രൂപ. ഓക്കെ. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇതാണ് നാലാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യത്തിൽ എന്താണ് പറയുന്നത്? 11x പ്ലസ് 10y 40. 10x പ്ലസ് 11y 44. 21x പ്ലസ് 21y എത്ര? അതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിന് നമുക്ക് സമവാക്യം 1 എന്ന് എഴുതാം. ഇത് നമുക്ക് സമവാക്യം 2 എന്ന് എഴുതാം. ഇനി സമവാക്യം 1ഉം 2ഉം കൂടി ഒന്ന് കൂട്ടി നോക്കൂ. അപ്പോൾ എന്താണ് കിട്ടുന്നത്? സമവാക്യം 1 പ്ലസ് സമവാക്യം 2. അപ്പോൾ ഇവിടെ 21x പ്ലസ് 21y എന്ത് കിട്ടും? 40 പ്ലസ് 44. ഇതിൽ നിന്നും 21x പ്ലസ് 21y എന്ന് പറഞ്ഞാൽ 84 എന്ന് കിട്ടും. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഉത്തരമായി 84. ഓക്കെ. ഇതും ഒരു സ്കോറാണ്. ഇനി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇതാണ് അഞ്ചാമത്തെ ചോദ്യം. 11x പ്ലസ് 10y 40 ആണ്. 10x പ്ലസ് 11y 44 ആണ്. അപ്പോൾ x പ്ലസ് y എത്ര? അതെടുത്തെഴുതാം. 11x പ്ലസ് 10y 40. അത് സമവാക്യം 1. 10x പ്ലസ് 11y അത് 44 ആണ്. അത് സമവാക്യം 2. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് കൂട്ടി നോക്കൂ. സമവാക്യം 1ഉം 2ഉം കൂടി കൂട്ടിയാൽ എന്ത് കിട്ടും? 11ഉം 10ഉം 21x. 10ഉം 11ഉം 21y. അപ്പോൾ 40 പ്ലസ് 44. ഓക്കെ. ഇതിൽ നിന്നും 21x പ്ലസ് 21y 84 ആണ് എന്ന് കിട്ടും.
ഇനി നോക്കൂ, 84 നമുക്ക് 21 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാമല്ലോ. അപ്പോൾ 21 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് ഇത് എക്സ് ആയി മാറും, ഇത് വൈ ആയി മാറും. 84-നെ 21 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 എന്ന് കിട്ടും അല്ലേ? കാരണം 21 × 4 ആണല്ലോ 84. അപ്പോൾ നമുക്ക് എന്താണ് ആയതുകൊണ്ട് എക്സ് പ്ലസ് വൈ 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ എത്രയാണ്? എക്സ് പ്ലസ് വൈയുടെ 4. ഓക്കെ, ഇത് പരീക്ഷയ്ക്ക് എഴുതുന്ന രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, എല്ലാ സ്റ്റെപ്പും എഴുതിയിട്ടാണ് ചെയ്യുന്നത്. നമുക്കിനി 6-ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? 6-ാമത്തെ ചോദ്യം നോക്കൂ. ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 24 സെന്റിമീറ്റർ ആണ്. വശങ്ങൾ എക്സ് വൈ ആയാൽ 10x + 10y എത്ര? ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഒരു ചതുരം വെറുതെ വരച്ചു വെക്കാം. ആവശ്യമില്ല, എന്നാലും നമുക്ക് ഒരു ചതുരം കിടക്കട്ടെ. ഇനി ഈ ചതുരത്തിൻ്റെ എന്താണ് ചുറ്റളവ് 24. അപ്പോൾ ചതുരത്തിൻ്റെ ചുറ്റളവ് അത് കാണാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യം എന്താണ്? 2 × നീളം പ്ലസ് വീതി. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇവിടെ വശങ്ങൾ എക്സും വൈയും ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ചതുരത്തിൻ്റെ ചുറ്റളവ് 2 × നീളം എക്സ് ആണെന്ന് വിചാരിച്ചോളൂ, എക്സ് പ്ലസ് വൈ, അത് 24 ആണ് എന്ന് ഒന്നാമത്തെ നിഗമനത്തിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എന്തെഴുതാം? എക്സ് പ്ലസ് വൈ 24/2, അതായത് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 12 ആയിരിക്കും. ഓക്കെ, ഇത് നമ്മുടെ ഒന്നാമത്തെ സമവാക്യം. ഓക്കെ, നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? 10x + 10y എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 10x + 10y എങ്ങനെ കിട്ടും? എക്സ് പ്ലസ് വൈനെ 10 കൊണ്ട് ഗുണിച്ചാൽ പോരെ? 12-നെ 10 കൊണ്ട് ഗുണിക്കുന്നു, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 120. അപ്പോൾ 10x + 10y 120 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഉത്തരമായി. ക്ലിയർ അല്ലേ? നമുക്കിനി 7-ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? എന്താണ് 7-ാമത്തെ ചോദ്യം എന്ന് നോക്കൂ. എക്സ് പ്ലസ് വൈ 8, എക്സ് പ്ലസ് വൈ 8, അത് ഒന്നാമത്തെ സമവാക്യം. 2x + y 10, 2x + y 10 ആയാൽ എക്സ് എത്ര എന്നാണ് ചോദ്യം. അപ്പം നമുക്കിവിടെ എന്ത് ചെയ്യാം? എക്സ് ആണ് വേണ്ടത്. ഇവിടെ നോക്കിയാൽ വൈയുടെ കോഎഫിഷ്യന്റ്, അതായത് ഇവിടെയുള്ള ഭാഗം എന്താണ്? 1 ആണ്. ഓക്കെ, ഗുണകം 1 ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? സമവാക്യം 2-ൽ നിന്നും സമവാക്യം 1 കുറച്ച് നോക്കൂ. അപ്പോൾ y എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോവും. അപ്പം നമുക്ക് 2x-ൽ നിന്നും x പോയാൽ എത്ര കിട്ടും? അപ്പോൾ സമവാക്യം 2 മൈനസ് സമവാക്യം 1. അപ്പോൾ 2x-ൽ നിന്നും x പോയാൽ x 10 - 8. ഇതിൽ നിന്നും x എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ഓക്കെ,
അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2 ആയിരിക്കും. എളുപ്പമല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം. എക്സ് വൈ മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങളാണ്. അപ്പോൾ ആദ്യം നമുക്കൊരു മട്ടത്രികോണം ഇവിടെ വെറുതെ ഒന്ന് വരച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മട്ടത്രികോണം. ഇനി എന്താണ് വേണ്ടത്? ലംബവശങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മട്ടകോൺ, അതായത് 90 ഡിഗ്രി കോൺ ഉണ്ടാക്കുന്ന വശങ്ങളാണ്. അത് എക്സും വൈയുമാണ്. ഓക്കെ, കർണം 13 സെന്റിമീറ്റർ. അപ്പൊ ഇതാണ് കർണം. ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട്? എക്സ് വൈ 60 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ് ഇൻറ്റു വൈ 60 ആണ്. അത് തന്നിരിക്കുന്ന നിഗമനമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എക്സ് പ്ലസ് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി ഇവിടെ നമ്മുടെ മട്ടത്രികോണമായതുകൊണ്ട് പൈത്തഗോറസ് സിദ്ധാന്തം ഉപയോഗിക്കാം. അപ്പോൾ എന്ത് കിട്ടും? പൈത്തഗോറസ് സിദ്ധാന്തം അനുസരിച്ച് ഇവിടെ കർണത്തിന്റെ വർഗം എന്തായിരിക്കും? പാദത്തിന്റെ വർഗം പ്ലസ് ലംബത്തിന്റെ വർഗമായിരിക്കും. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എന്തെഴുതാം? ഇവിടെ നമുക്ക് ആദ്യം ഇതെഴുതാം. പാദത്തിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ലംബത്തിന്റെ വർഗം വൈ സ്ക്വയർ, അത് 13ന്റെ വർഗമാണ്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 169 എന്ന് കിട്ടും. ഓക്കെ, ഇത് നമ്മളിവിടെ എഴുതി വയ്ക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ബീജഗണിതത്തിലെ ഒരു സമവാക്യം, നിങ്ങൾക്കറിയാവുന്ന ഒരു സമവാക്യം നമുക്ക് നോക്കാം. ബീജഗണിതത്തിൽ എന്താണ്? 2 സംഖ്യകളുടെ തുകയുടെ വർഗം എന്തായിരിക്കും? അതായത് എക്സ് പ്ലസ് വൈയുടെ വർഗം എന്തായിരിക്കും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy ആണ്. ഓക്കെ, അപ്പോൾ ബീജഗണിതത്തിലെ 2 സംഖ്യകളുടെ തുകയുടെ വർഗം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 2xy ആണ് എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഇനി എന്ത് ചെയ്യാം? നമ്മുടെ ഉത്തരം കണ്ടുപിടിക്കാമോ എന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എക്സ് പ്ലസ് വൈ നമുക്കറിയില്ല. അപ്പോൾ എക്സ് പ്ലസ് വൈയുടെ വർഗം എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കൂ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 169 അല്ലേ? അപ്പോൾ നമുക്കിവിടെ 169 എന്ന് എഴുതാം. പ്ലസ് 2 ഗുണം, ചോദ്യത്തിൽ നമുക്ക് എക്സ് വൈ തന്നിട്ടുണ്ട്, എക്സ് വൈ 60 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് വൈയുടെ വർഗം 169 പ്ലസ് 120 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 9, 8, 2 289 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു സംഖ്യയെ ആ സംഖ്യയെ കൊണ്ട് തന്നെ ഗുണിക്കുമ്പോൾ 289 കിട്ടണം. അപ്പോൾ സംഖ്യ എന്തായിരിക്കും? എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ
ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 289 അത് എത്രയായിരിക്കും? നിങ്ങളെല്ലാവരും 1 മുതൽ ഒരു 20 അല്ലെങ്കിൽ 25 വരെയുള്ള വർഗ്ഗങ്ങൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് 17ൻ്റെ വർഗ്ഗം 289 ആണ് കിട്ടും. 7 49 7 11 7 1. അപ്പോൾ നമുക്ക് 289 എന്ന് കിട്ടും. അപ്പോൾ എക്സ് പ്ലസ് വൈ റൂട്ട് 289, 17ൻ്റെ വർഗ്ഗമാണ് 289. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 17 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് പ്ലസ് വൈ ആയിരുന്നല്ലോ. അപ്പോൾ എക്സ് പ്ലസ് വൈയുടെ വില 17 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? പൈത്തഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ച് നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കണ്ടു. ഇനി നമ്മൾ ബീജഗണിതത്തിൽ പഠിച്ചിട്ടുണ്ട് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy ആണെന്ന്. അത് ഉപയോഗിച്ച് നമ്മൾ എക്സ് പ്ലസ് വൈനെ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് എത്രാമത്തെ ചോദ്യമാണ്? 9ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് പൂർണ്ണമാകാത്ത ഒരു മാന്ത്രിക ചതുരമാണ്. നിരയിലെയും വരിയിലെയും വികർണങ്ങളിലെയും സംഖ്യകളുടെ തുക തുല്യമാണ്. അതായത് ഇതാ, ഇവരെ കൂട്ടിയാൽ നമുക്ക് ഒരു സംഖ്യ കിട്ടും, ഇവയെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു സംഖ്യ കിട്ടും, ഇവയെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു സംഖ്യ കിട്ടും. അതേപോലെ ഇത് കൂട്ടിയാൽ, ഇവിടെ ഉള്ളത് കൂട്ടിയാൽ, ഇത് കൂട്ടിയാൽ, പിന്നുള്ളത് വികർണങ്ങൾ എന്നാ പറഞ്ഞ്. വികരണമാകുമ്പോൾ 7ഉം 6ഉം ഇവിടെയുള്ള സംഖ്യയും. ഇതാണ് ഒരു വികരണം. ഇനി രണ്ടാമത്തെ വികരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള സംഖ്യ 6 പിന്നെ y. ഓക്കെ, ഇത് കൂട്ടുന്നു. അപ്പോൾ ഈ 9 രീതിയിൽ കൂട്ടിയാലും നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? തുല്യമായ ഒരു സംഖ്യയാണെന്നാണ് പറയുന്നത്. ഈക്വൽ നമ്പറാണ് കിട്ടുന്നത്. അങ്ങനെ ആവുമ്പോൾ എക്സ് പ്ലസ് വൈ എത്ര എന്നാണ് ചോദ്യം. അപ്പം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാമെന്നറിയോ? ഇവിടെ നമുക്ക് ഈ വികർണങ്ങളുടെ തുകയും അതേപോലെ ഈ 1 2 3 മൂന്നാമത്തെ നിര അതിൻ്റെ തുകയും ഒന്ന് എടുത്തു നോക്കൂ. അത് തുല്യമായിരിക്കണമല്ലോ. തുല്യമായിരിക്കും വേണം. ഇവിടെ എന്താണ്? ഈ സംഖ്യ രണ്ടിനും പൊതുവാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും എക്സ് പ്ലസ് വൈ എന്താണെന്ന് കിട്ടും? ഇവിടെ നമുക്ക് y പ്ലസ് എക്സ് പ്ലസ് അവിടെയുള്ള നമ്പർ z ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നമുക്ക് തൽക്കാലം അത് z ആണെന്ന് വിചാരിക്കാം. ഇവിടെ നമുക്ക് ഒരു z ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ വൈയും എക്സും സെഡും കൂട്ടിയാൽ എന്ത് കിട്ടണം? 7ഉം 6ഉം സെഡും കൂട്ടിയതിന് തുല്യമായിരിക്കണം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്താണ്? ഈ സെഡും ക്യാൻസലായി പോവുമല്ലോ. കാരണം ഇതിങ്ങോട്ട് വന്നാൽ മൈനസ് സെഡ് ആവും. മൈനസ് സെഡ് ആയി കഴിഞ്ഞാൽ ക്യാൻസൽ ആവും. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 13 ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ചോദ്യം കൃത്യമായി മനസ്സിലായി കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുന്ന ഒരു സമവാക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്നാമത്തെ നിരയുടെ സംഖ്യകളുടെ തുക സമം വികർണങ്ങളുടെ സംഖ്യകളുടെ തുക. അപ്പോൾ y പ്ലസ് എക്സ് പ്ലസ് സെഡ് 7 പ്ലസ് 6 പ്ലസ് സെഡ്, സെഡ് ക്യാൻസലായി പോവും. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൈ 13 ആണ് എന്ന് കിട്ടും. അപ്പോൾ ഉത്തരം കിട്ടിയില്ലേ? 13. ഓക്കെ, ഇനി നമുക്ക് 10ാമത്തെ ചോദ്യം നോക്കാം. 10ാമത്തെ ചോദ്യം എന്താണ്? രണ്ട് സംഖ്യകളുടെ തുക 100, വ്യത്യാസം 2,
സംഖ്യകൾ ഏതെല്ലാം? അപ്പോൾ തുക 100 ആണല്ലോ, വ്യത്യാസം 2 ആണ്. ഇനി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. തുകയും വ്യത്യാസവും തന്നാൽ വലിയ സംഖ്യ തുകയും വ്യത്യാസവും കൂട്ടിയതിൻ്റെ പകുതിയായിരിക്കും. അതായത് 100 + 2/2. അപ്പോൾ എത്രയാണ്? 102/2 51. ഓക്കെ, അപ്പോൾ വലിയ സംഖ്യ കിട്ടി. നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ട്. 2 അതിസംഖ്യകൾ തന്നാൽ, സോറി, 2 അതിസംഖ്യകളുടെ തുകയും വ്യത്യാസവും തന്നാൽ വലിയ സംഖ്യ തുക പ്ലസ് വ്യത്യാസം /2 ആയിരിക്കും. അതേപോലെ ചെറിയ സംഖ്യ എന്തായിരിക്കും? ചെറിയ സംഖ്യ എന്ന് പറഞ്ഞത് തുകയിൽ നിന്നും വ്യത്യാസം കുറച്ചതിൻ്റെ പകുതിയായിരിക്കും. തുക മൈനസ് വ്യത്യാസം /2. അപ്പോൾ ഇവിടെ നമുക്ക് 100 - 2/2, അപ്പോൾ 98ൻ്റെ പകുതി, അതെന്ന് പറയുമ്പോൾ 49. അപ്പോൾ നമുക്ക് സംഖ്യകൾ കിട്ടി. സംഖ്യകൾ 51ഉം അതേപോലെ 51ഉം 49ഉമാണ്. സംഖ്യകൾ 51, 49. ഓക്കെ. കൂട്ടുമ്പോൾ 100, വ്യത്യാസം 2. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ 10 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ബാക്കി ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുകയും അതേപോലെ ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.